ഏറ്റവും കൂടുതൽ ദുരന്തം അനുഭവിച്ച നഗരസഭയാണ് പറവൂർ നഗരസഭ. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനിയും ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ നമ്മൾക്കതിനെ എങ്ങനെ നേരിടാം എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിച്ച് നമ്മൾ 29 വാർഡുകളിൽ നിന്നും 20 പേരെ വീതം തിരഞ്ഞെടുത്ത് നമ്മളുടെ എല്ലാ വാർഡുകളിലെയും ഡീറ്റെയിൽസ്, അവിടെ കുളങ്ങൾ, തോടുകൾ, അങ്ങനെ സ്കൂളുകൾ, ഹോസ്പിറ്റലുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ, എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഓരോ വാർഡിലുമുണ്ട്, അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇനി എന്താണ് നമ്മൾ വാർഡിൽ ചെയ്യേണ്ടത് ഈ ദുരന്ത നിവാരണത്തിൻ്റെ ഒരു ഭാഗമായിട്ട് അങ്ങനെ ഒരു 20 പേര് വെച്ച് എല്ലാവരും എടുക്കുകയും അത് നമ്മളൊരു കരട് രൂപത്തിലാക്കി നമ്മളത് ചർച്ച ചെയ്യുകയും വളരെ നല്ല രീതിയിൽ നമ്മൾക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു. അതെ, ഇതാണ് ഇവിടുത്തെ തോടിന്റെ ആക്ച്വൽ നീളമുള്ളത്. അതാണ് ചെറുതായതുകൊണ്ടാണ് ഈ മറ്റുള്ള ഭാഗത്ത് തിരിച്ചേക്കുന്നതുകൊണ്ടാണ് ഈ വെള്ളം മൊത്തം ഇങ്ങോട്ടും അങ്ങോട്ടൊക്കെ വെള്ളം കയറാനുള്ള ചാൻസ്. ഈ വെള്ളം മൊത്തം ഈ ഏരിയയിൽ വെള്ളം എന്ന് പറയുന്നത് ആ തോടിൽ തന്നെ വെള്ളം നേരിട്ട് കണക്ഷനുള്ള തോടാണ്. വെള്ളം വന്നു കഴിഞ്ഞാൽ ഏറ്റവും താഴ്ച പ്രദേശമാണ് ഈ മാട്ടുമ്മൽ. അപ്പുറം കാണുന്നത് മാട്ടുമ്മത്തിരിക്കും, ഇപ്പുറത്ത് അതിൻ്റെ ഒരു കൈവഴിയായിട്ട് ഒരു പെരിയാറിൻ്റെ ഒരു കൈവഴിയാണ് ഈ പുഴ. ഇതിനകത്ത് ചെളി അടിച്ച് ഈ വീടുകൾ മൊത്തം നശിഞ്ഞൊരവസ്ഥ. അന്നുള്ള ഭൂമി പൊക്കമാണ്, ഇങ്ങനെയായിട്ട് കിടക്കുകയാണ്. വീട്ടിൽ ഒന്നരടി വെള്ളം വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കിണറ്റിൽ 9 അടി വെള്ളമുണ്ട്. അന്ന് നമ്മുടെ തോട് ക്ലീൻ ചെയ്തുകൊണ്ട് ഇതിങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. എന്താ ഇത്ര പൊക്കത്തിൽ വെള്ളം വന്നു ഞങ്ങൾ അതാണ് ഈ വെള്ളത്തിന്റെ ക്യാമ്പുകൾ 10-35 ദുരിതാശ്വാസ ക്യാമ്പുകൾ തന്നെ പറവൂർ നഗരത്തിൽ തുറക്കേണ്ടി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ മറ്റൊന്നുണ്ടാവുകയാണെങ്കിൽ എങ്ങനെ നേരിടണമെന്നുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ദുരന്ത നിവാരണ സേന രൂപീകരിക്കാനുള്ള തദ്ദേശഭരണ സ്ഥാപനങ്ങൾ രൂപീകരിക്കുന്ന നിർദ്ദേശത്തിന്റെ ഭാഗമായി പറവൂരിൽ നല്ലൊരു തയ്യാറെടുപ്പ്, കേരളത്തിൽ നല്ല രീതിയിൽ പ്രളയം ബാധിച്ച ഒരു മുനിസിപ്പാലിറ്റി എന്നുള്ള നിലയിൽ നല്ലൊരു തയ്യാറെടുപ്പ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. വാർഡ് തലത്തിലെല്ലാം വിപുലമായ യോഗങ്ങൾ കഴിഞ്ഞു. ഇപ്പോൾ കേന്ദ്രീകരിച്ചുള്ള ഇതിന്റെ കരട് പദ്ധതിയിലേക്ക് ചർച്ച ചെയ്യുന്നതിനുള്ള യോഗമാണ് ടൗൺ ഹാളിൽ ഇന്നിപ്പോൾ കൂടിക്കൊണ്ടിരിക്കുന്നത്. ഒരു മികച്ച ദുരന്ത നിവാരണ പദ്ധതി ജനകീയമായി നടപ്പിലാക്കുന്നതിനായുള്ള വാർഡ് അടിസ്ഥാനത്തിലുള്ള ഫോക്കസ് ഗ്രൂപ്പ് ചർച്ചകൾ, പഞ്ചായത്തിലെ വിദഗ്ധരുമായുള്ള അഭിമുഖങ്ങൾ, ട്രാൻസിറ്റ് വാക്ക്, പഠന നടത്തം തുടങ്ങിയ എല്ലാ അനിവാര്യ ഘട്ടങ്ങളും മുനിസിപ്പാലിറ്റിയുടെയും LRGയുടെയും നേതൃത്വത്തിൽ സംഘടിപ്പിക്കുകയുണ്ടായി. രീതിയിലുള്ള വിവരശേഖരണവും മികച്ച ജനപങ്കാളിത്തത്തോടു കൂടിയുള്ള വികസന സെമിനാറും തുടർന്നുള്ള ചർച്ചയോടും കൂടി ദുരന്തത്തെ നാടറിഞ്ഞുകൊണ്ട് ചെറുത്തു നിൽക്കാനായുള്ള ദുരന്ത നിവാരണ പദ്ധതി തയ്യാറാക്കി മാതൃകയാവുകയാണ് പറവൂർ മുനിസിപ്പാലിറ്റി.